ഹലോ എവ്രി വൺ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഠന രീതി തന്നെയാണോ അവലംബിക്കുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വന്നു ചേരും അല്ലേ? അതെന്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? ഞാൻ ചോദിച്ചത് വെറുതെ അല്ല. ഇപ്പോഴും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലൂടെയാണ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് ഒരു വലിയ തെറ്റ് തന്നെയല്ലേ? കാരണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള മേഖലകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കുട്ടികളെ വളരാനും കാര്യങ്ങൾ നിരീക്ഷിക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റി അത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പണ്ടത്തെ ഒരു പാഠ്യപദ്ധതിയില്ലേ, നമ്മൾ കുട്ടികളൊരു സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു, അവിടെ കൃത്യമായിട്ടുള്ള ഒരു അക്കാദമിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇത്ര സമയത്തിനുള്ളിൽ അവരുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, അവർക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തണം, ഇൻ ബിറ്റ്വീൻ മാത്രം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന വല്ല എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ PT പീരീഡ് പോലെയുള്ള കുറച്ച് സമയം, അതിലുപരി നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പ്രകൃതിയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവരുടെ താല്പര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു പഴയ വിദ്യാഭ്യാസ രീതി സാധ്യതകൾ അതിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അവർക്ക് അവരിലൂടെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ തന്നെ അവർ പ്രകൃതിയെ മനസ്സിലാക്കിയിരിക്കണം അല്ലേ? അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട മേഖലകൾ ഏതെല്ലാമാണ്, അവരുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഓരോരുത്തരും കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മറിയ മോണ്ടിസോറി അവതരിപ്പിച്ചിരിക്കുന്ന മോണ്ടിസോറി കോഴ്സുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നാണ്. ഈ 2026 നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കാരണം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. നമ്മുടെ സ്കില്ലിന് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. കോമ്പറ്റീഷൻ ഒരുപാട് കൂടുതലുള്ള സമയമാണ്. അപ്പം നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വളർന്നു വരണം എന്നാണെങ്കിൽ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് അവരുടെ ലൈഫിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിരിക്കേണ്ടത് അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്. സോ നമ്മുടെ മക്കൾ എപ്പോഴും എന്താണ്, ഒരു പടി മുന്നിലേക്ക് എത്താനാണ് നമ്മൾ താല്പര്യപ്പെടാറുള്ളത്. അത് ഒരാളെ നമ്മൾ ഒരിക്കലും തോൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് അവരുടെ കഴിവുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ സ്കില്ല് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർ വളർന്നു വരണം, അവർ ഈ വേൾഡിനെ ഫേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരുമെങ്കിൽ നിങ്ങൾ മോണ്ടിസോറി കോഴ്സുകളെ കുറിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അനുഭവം വെച്ച് പറയുന്നു, അനുഭവത്തെ ഒരു വലിയ പാഠമാക്കി എടുത്ത് പറയുകയാണ്. സമയം അതിക്രമിച്ചിട്ടില്ല. ഇനിയും നിങ്ങൾ മോണ്ടിസോറി കോഴ്സുകളെ കുറിച്ചോ മോണ്ടിസോറി കോഴ്സ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അതിന് ഇനിയും സമയമുണ്ട്, അവസരമുണ്ട്. അതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് മോണ്ടിസോറി കോഴ്സുകൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്ന, അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ്. സോ വെറും വാക്കായിട്ട് കരുതണ്ട, സ്കിൽമേറ്റ് മോണ്ടിസോറി അത് നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. സ്കിൽമേറ്റ് മോണ്ടിസോറിയിൽ നമ്മൾ നൽകുന്ന ക്ലാസ്സുകൾ, നമ്മൾ നൽകുന്ന അസിസ്റ്റൻസുകൾ അത് നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് മാത്രമല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും ഒരുപാട് ഉപയോഗപ്രദമാണ്. നോ ഡൗട്ട് ഓൺ ദാറ്റ്. ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് us. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്.